ഹലോ എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ഡാറ്റ വെർച്വലൈസേഷൻ. എന്താണ് ഡാറ്റ വെർച്വലൈസേഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റ വെർച്വലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. നമുക്ക് കുറേ ഡാറ്റ റിട്രീവ് ചെയ്യണം. പല പല റിസോഴ്സസ് നിന്നായിരിക്കും നമ്മളൊരു ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയില്ല ഏത് ടൈപ്പ് ഡാറ്റയാണ്. അപ്പോൾ ഇപ്പോൾ പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റ ആയിരിക്കും നമ്മൾ റിട്രീവ് ചെയ്യുക. പക്ഷേ ഇന്ന ടൈപ്പാണ് ഇന്ന ടൈപ്പാണെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. സോ നമുക്കറിയില്ല ഏത് ടൈപ്പ് ഡാറ്റയാണെന്നോ ഏത് ഫിസിക്കൽ ലൊക്കേഷനിലാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്നൊന്നും അറിയാതെ ഒരു യൂസർ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡാറ്റ റിട്രീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഡാറ്റകളാണ് നമ്മൾ കളക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് റിസോഴ്സസ് നിന്നാണ് ഇത് ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുന്നത്. മാത്രമല്ല എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റയാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഹെട്രോജീനിയസ് ഡാറ്റ എന്നും പറയുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഡാറ്റ യൂസേഴ്സിന് ഒരു ഓർഗനൈസേഷനകത്ത് എന്താണ് നമ്മളുടെ വർക്ക് റിക്വയർമെൻറ്റ്സ് അതിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഡാറ്റ എന്ത് ചെയ്യാൻ കഴിയും, ആക്സസ് ചെയ്യാൻ കഴിയും. അതാണ് ഡാറ്റ വിർച്വലൈസേഷൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താണ് ഡാറ്റ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആസ് എ യൂസർ ഡാറ്റ റിട്രീവ് ചെയ്യാണ്. ഡിഫറെൻറ്റ് റിസോഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള, അതായത് ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഡാറ്റനെ അതിൻ്റെ ഫിസിക്കൽ ലൊക്കേഷൻ ഏതാണ്, എവിടെയാണ് അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊന്നും അറിയാതെ, അതിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നൊന്നും അറിയാതെ നമ്മളത് അത്രയും എമൗണ്ട് ഓഫ് ഡാറ്റനെ ആക്സസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഈ ഹെട്രോജീനിയസ് ഡാറ്റയെ നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ഈസിലി ആക്സസ് ചെയ്യാൻ കഴിയും. എന്തൊക്കെ ടൈപ്പ് ആപ്ലിക്കേഷൻസാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? വെബ് പോർട്ടൽസ് യൂസ് ചെയ്യാറുണ്ട്, വെബ് സർവീസസ് യൂസ് ചെയ്യാറുണ്ട്, കൊമേഴ്സസ് യൂസ് ചെയ്യാറുണ്ട്, സാസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഹെട്രോജീനിയസ് ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ഈ ഡാറ്റ വിർച്വലൈസേഷൻ ഏതൊക്കെ ഫീൽഡിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഡാറ്റ ഇൻ്റഗ്രേഷൻ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഇൻ്റലിജൻസിലും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, എക്സെട്ര. പിന്നെ ഒരുപാട് ഫീൽഡിൽ ഇന്നത്തെ കാലത്ത് ഡാറ്റ വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് എന്താണ് ഡാറ്റ വിർച്വലൈസേഷൻ എന്ന് പറയാം. ഡാറ്റ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഡാറ്റനെ ഡിഫറെൻറ്റ് റിസോഴ്സിൽ നിന്ന് അത് ഏത് ടൈപ്പാണെന്നോ അതിൻ്റെ ഫിസിക്കൽ ലൊക്കേഷൻ എന്താണെന്നോ എവിടെയാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളതെന്നോ അറിയാതെ ആക്സസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ വർക്ക് റിക്വയർമെൻറ്റിനനുസരിച്ച് എത്ര ഡാറ്റ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. പിന്നെ നമുക്ക് ചില ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് ഈസിലി ഇത് ആക്സസിങ് പോസിബിൾ ആണ്. എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആയിരുന്നു? വെബ് പോർട്ടൽസ്, വെബ് സർവീസ്, കൊമേഴ്സ്, സാസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, അത്തരം ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഈസിലി ആക്സസ് ചെയ്യാനും കഴിയും. പിന്നെ ഈ ഡാറ്റ വിർച്വലൈസേഷൻസ് ഏതൊക്കെ ഫീൽഡിലാണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇതിൻ്റെ യൂസ് കൊണ്ടുവരാൻ കഴിയുന്നത് നമ്മൾ പറഞ്ഞു. ഡാറ്റ ഇൻ്റഗ്രേഷൻ, ബിസിനസ് ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എക്സെട്ര. അങ്ങനെ ഒരുപാട് ഫീൽഡിൽ എന്ത് ചെയ്യാൻ കഴിയും, ഡാറ്റ വിർച്വലൈസേഷൻ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ കഴിയും. ഇനി എന്തൊക്കെയാണ് ഈ ഡാറ്റ വിർച്വലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു പോയിൻ്റാണ്, മെമ്മറിയിൽ, അതായത് ഏത് റിസോഴ്സാണെന്നോ ഏത് ടൈപ്പാണെന്നോ എവിടെയാണ് അതിൻ്റെ ഫിസിക്കൽ ലൊക്കേഷനെന്നോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈസിലി ആ ഡാറ്റ ആക്സസ് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രം മതി. അതിനെയാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഡോണ്ട് വെറി, വിത്തൗട്ട് വെറി അബൌട്ട് വേർ ഇറ്റ് റിസൈഡ്സ് ഓൺ ദ മെമ്മറി. മെമ്മറിയിൽ എവിടെയാണ് അത് റിസൈഡ് ചെയ്തിട്ടുള്ളതെന്ന് ഒരിക്കലും ഈ യൂസർ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ ജസ്റ്റ് ആക്സസ് ദി ഡാറ്റ. അവർക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡാറ്റ ആക്സസ് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മെയിൻ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ റിട്ടൻഷൻ, റവന്യൂ ഗ്രോത്ത് ഒക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയും, അതുപോലെ റിട്ടൻഷനും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ റവന്യൂ ഗ്രോത്ത് ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ പെർഫോമൻസ് അത്രയും ഹൈ ആയിരിക്കും എന്നുള്ളത്.
It provides various security mechanisms that allow users safely store their personal and professional information. അതേപോലെ തന്നെ ഒരുപാട് സെക്യൂരിറ്റി മെക്കാനിസംസും ഈ ഡാറ്റ വിർച്വലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ യൂസേഴ്സിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ ഒക്കെ സേഫായിട്ട് സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാനും കഴിയുന്നതാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഡാറ്റ റിപ്ലിക്കേഷൻ റിമൂവ് ചെയ്തുകൊണ്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഈ ഡാറ്റ വിർച്വലൈസേഷൻ ത്രൂ പോസിബിളാണ്. കാരണം ഡാറ്റ റിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് അങ്ങനെ പോകും. പക്ഷേ ഇവിടെ അത് റിമൂവ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ രീതിയിലും കോസ്റ്റ് കുറയും. പിന്നെ യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് കസ്റ്റമൈസ്ഡ് വ്യൂസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇവർ സിമ്പിളായിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ള ഒരുപാട് ഡിപ്ലോയ്മെൻറ്റ് റിസോഴ്സുകളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡാറ്റ വിർച്വലൈസേഷന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ് നെക്സ്റ്റ്, ഇത് യൂസർ എഫിഷ്യൻസി, ബിസിനസ് യൂസർ എഫിഷ്യൻസി കൂട്ടുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡാറ്റ റിയൽ ടൈമായിട്ട് മാക്സിമം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. പിന്നെ ഇതിനകത്ത് ഒരുപാട് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതായത് പല ടാസ്കുകളും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സച്ചാസ് ഡാറ്റ ഇൻ്റഗ്രേഷൻ, ബിസിനസ് ഇൻ്റഗ്രേഷൻ, സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ, ഡാറ്റ സർവീസസ് ആൻഡ് എൻ്റർപ്രൈസ് സെർച്ച്, അങ്ങനെ ഒരുപാട് ടാസ്കുകൾ പെർഫോം ചെയ്യാനും ഈ ഡാറ്റ വിർച്വലൈസേഷൻ യൂസ്ഫുൾ ആവുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് നമുക്ക് മെമ്മറിയിൽ എവിടെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വെരി ചെയ്യാതെ തന്നെ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയും. പിന്നെ ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും റിട്ടൻഷനും റവന്യൂ ഗ്രോത്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റായിട്ട് സെക്യൂരിറ്റി മെക്കാനിസംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ യൂസേഴ്സിന് സേഫായിട്ട് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ കഴിയും. പിന്നെ ഡാറ്റ റിപ്ലിക്കേഷൻ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. പിന്നെ കസ്റ്റമൈസ്ഡ് വ്യൂസിന് വേണ്ടിയിട്ട് യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് റിസോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ് യൂസർ എഫിഷ്യൻസി മാക്സിമത്തിൽ എത്തിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ടാസ്കുകൾ സച്ചാസ് ഡാറ്റ ഇൻ്റഗ്രേഷൻ, ബിസിനസ് ഇൻ്റഗ്രേഷൻ, SOA, ഡാറ്റ സർവീസ്, എൻ്റർപ്രൈസ് റിസർച്ച് എന്ന ഒരുപാട് ടാസ്കുകൾ പെർഫോം ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജിലേക്ക് വരാം. എന്തൊക്കെയാണ്? നമുക്കറിയാം ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്നൊരു സൈഡും കൂടെ ഉണ്ട്. ഇവിടെ ഡാറ്റ വിർച്വലൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ക്രിയേറ്റ് അവൈലബിലിറ്റി ഇഷ്യൂസ്. ഇതിനകത്ത് അവൈലബിലിറ്റി ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. കാരണം ഈ ഒരു അവൈലബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ് ആയതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവൈലബിലിറ്റി ഇഷ്യൂ വരുന്നത് എന്താണ്? ഒരു തേർഡ് പാർട്ടിയാണ് അത് മാനേജ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും. പിന്നെ ഇതിനകത്ത് വരുന്ന നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെരി കോസ്റ്റ്ലി ആയിട്ടുള്ള ടാസ്ക്കാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ്. പിന്നെന്താണ്? ഇറ്റ് ക്രിയേറ്റ് ദ അവൈലബിലിറ്റി ആൻഡ് സ്കേലബിലിറ്റി ഇഷ്യൂസ്. അവൈലബിലിറ്റി ഇഷ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു, തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് അവൈലബിലിറ്റി ഇഷ്യൂ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് സ്കേലബിലിറ്റി ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. എന്താണ് സ്കേലബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഒക്കെ ചെയ്യുന്നിടത്ത് വരുന്ന ആ ഒരു സ്കേലബിലിറ്റി ഇഷ്യൂസാണ് അവിടെ മീൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്താണ്? ഇത് പലപ്പോഴും ടൈം സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നിടത്ത് അത് കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇത്രയാണ് ഡാറ്റ വിർച്വലൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ അവൈലബിലിറ്റി ഇഷ്യൂസ് പറഞ്ഞു, പിന്നെ ഹൈ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് വരുമെന്ന് പറഞ്ഞു, പിന്നെ സ്കേലബിലിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ ടൈം സേവ് ചെയ്യുമെങ്കിലും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നിടത്ത് ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യുമെന്നുള്ളതാണ് ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയാണ് ഡാറ്റ വിർച്വലൈസേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളിടത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ യൂസസും ടൂൾസൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട് കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.